ബിജു രമേശിന് കേരളത്തിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കെ എം മാണിയെയും കെ ബാബുവിനെയും എന്തിന് ഉമ്മൻചാണ്ടി സർക്കാരിനെ ആകെ തന്നെ കുഴപ്പത്തിലാക്കിയ വ്യവസായിയാണല്ലോ. ഇടതുപക്ഷവുമായി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന എന്നൊക്കെ സുധീറിനും കൂട്ടരും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോഴതാ ബിജു രമേശ് അങ്ങ് തമിഴ്നാട്ടിലേക്ക് നോക്കുന്നു. ജയലളിത അമ്മയുടെ നിർബന്ധപ്രകാരം തിരുവനന്തപുരം സീറ്റിൽ AIADMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനാണത്രേ പരിപാടി. അമ്മയുടെ പ്രവർത്തനങ്ങളോട് ഒരുപാട് ആഭികാമ്യം തോന്നുകയും ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവന്, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ 5 വർഷമായി കണ്ടത്. അപ്പോൾ 20 കിലോ അരി സൗജന്യമായി കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു വീട് പോലും, പട്ടിണിയുള്ള വീട് നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ കഴിയില്ല. ആ ഒരു ഇതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ ഇതുവരെയും അമ്മയുടെ പ്രവർത്തനങ്ങൾ പല വേദികളിൽ പോയി സംസാരിക്കാനിടയുണ്ട്. അല്ലാതെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയോ അങ്ങനെ ഒരു തയ്യാറെടുപ്പോ എന്നെ സംബന്ധിച്ച് ഇല്ലായിരുന്നു. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിന്നത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മറ്റാരുടെയും പേര് പറയാതെ കഴിഞ്ഞ 10 ദിവസം മുമ്പുള്ള അവരുടെ മീറ്റിങ്ങിൽ തന്നെ എൻ്റെ പേര് മാത്രമാണ് അമ്മ പറഞ്ഞത് എന്ന് ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പേര് ഇങ്ങനെ അമ്മ പറഞ്ഞു, ബിജു രമേശിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം എന്ന് അമ്മ പറഞ്ഞു. അമ്മ ഇത്രയും MLA മത്സരിക്കുന്ന സ്ഥലത്ത് ആരുടെ പേര് നിർദ്ദേശിക്കാതെ എൻ്റെ പേര് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ജയലളിതാമ്മയെ പോലുള്ളൊരു അമ്മ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. കാര്യം ശരിയാ, ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള പ്രശ്നമല്ല, എന്തോ ഒരു നിമിത്തമായിരിക്കാം, ഇതായിരിക്കാം. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇലക്ഷൻ നിൽക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ കൊള്ളാമായിരുന്നു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതിനെ എതിർത്ത് പറയുന്നത് ശരിയാണോ, പറയാൻ ഞങ്ങളാരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ചാനലിലൂടെ ഈ വാർത്തയും കൂടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ എന്നെ കാൻഡിഡേറ്റായിട്ട് അമ്മ പ്രഖ്യാപിച്ചു എന്ന്. അമ്മ പ്രഖ്യാപിച്ചത് ഞാൻ 100% അത് അമ്മയുടെ വാക്കിന് ഒരു തിരിച്ചൊരു മറുപടി ഇതില്ല. അത് അമ്മ പറയുന്നത് അനുസരിക്കുക എന്നതാണ് ഞാൻ കാണുന്ന കാര്യം. ഒരുപാട് 1000 കൂട്ടം നന്മകൾ മാത്രം തമിഴ്നാട് മക്കൾക്ക് ചെയ്യുന്ന അമ്മയുടെ തീരുമാനത്തിൽ ഇതും ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള, ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ അതിലൂടെ എനിക്ക് കഴിയുമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാമെന്നുള്ള തീരുമാനം ഞാൻ ഉച്ചയ്ക്ക് ശേഷം, ഇത് വന്നതിന് ശേഷം മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ജയിച്ചതായിട്ടാണ്, കാര്യം ഇലക്ഷൻ ജയിച്ചതല്ല, എൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണ്ടത്. ഇത്രയും 240-ലേറെ MLA ADMKയിൽ മത്സരിക്കുമ്പോൾ അതിൽ ആരുടെ പേരും പറയാതെ അമ്മയുടെ വായിൽ നിന്നും എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് മറ്റാരുടെയും ലിസ്റ്റോ പേരോ ഒന്നും തന്നെ അമ്മ ഉച്ചരിച്ചില്ല. എൻ്റെ പേര് മാത്രമാണ് അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ മാതൃഹൃദയത്തിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, ആ സ്ഥാനമാണ് ഞാൻ അംഗീകാരമായിട്ടും എൻ്റെ വിജയമായിട്ടും കാണുന്നത്. അത് കടന്നുകൂടാൻ കഴിയുക, ആ ഒരു സ്ഥാനം. ഇത്രയും മക്കളുണ്ട്, ഇത്രയും തമിഴ്നാട്ടിലെ ജനങ്ങളെ മൊത്തം പോറ്റുന്ന അമ്മയ്ക്ക് വേറെ അവിടെയുള്ള ഇത്രയും കൂടെ നിൽക്കുന്ന MLA മന്ത്രിമാരുടെയോ ആരുടെയും പേര് പറഞ്ഞില്ല. ബിജു രമേശിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കും എന്ന് അമ്മ പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മ തിരഞ്ഞെടുത്താണ്, എനിക്കറിയില്ല എന്താണ് ഈ മണ്ഡലം തിരഞ്ഞെടുത്തത്. ബിജു രമേശ് തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് അമ്മ പറയുമ്പോഴാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം മിനിസ്റ്റർ അറിയുന്നത്. സംഗതിയൊക്കെ ശരി തന്നെ. ജയലളിതയും തമിഴ്നാട് സർക്കാരും കേരളവുമായി മുല്ലപ്പെരിയാറിന്റെ പേരിൽ പോലും നിരന്തര യുദ്ധത്തിലേർപ്പെടുന്നത് കണ്ടിട്ടില്ലേ? മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം ഇതിനകത്ത് പറയേണ്ട എനിക്ക് വലിയ കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ അരുവിക്കര വെള്ളം കിടപ്പുണ്ട്. നമ്മൾ എവിടെയെങ്കിലും അതിനകത്ത് ചെളി കയറി നടങ്ങി കിടക്കുന്നതല്ലേ നമ്മളെ സ്വന്തം ഡാമുകൾ സംരക്ഷിക്കുന്നുണ്ടോ? ഈ ബാക്കിയുള്ള എത്രയോ ഡാമുകൾ നമുക്കുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ ഇവിടുത്തെ ഡാമിലെ വെള്ളം വറ്റും. ആ ഒരു അവസ്ഥയിൽ അതേസമയത്ത് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിൽ ചെല്ലുന്നത് കൊണ്ടാണ് നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിനുള്ള മലക്കറികളും കാര്യങ്ങളും നമുക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ നിന്നല്ലേ? അപ്പോഴും ഇത് കേരളമാണ് എന്ന് ഓർക്കണം. ജയലളിതയോടെ ഏതെങ്കിലും മന്ത്രിമാരെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പെൺകുട്ടികളാരെങ്കിലും എൻ്റെ മാനഭംഗപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലെ ഏതെങ്കിലും മന്ത്രിമാരെ വിളിച്ച്, കേന്ദ്രമന്ത്രിമാരെ വീട്ടിൽ വിളിച്ച് ഇത് ചെയ്തു? സത്യം പറഞ്ഞാൽ ചാനലൊന്ന് ഓൺ ചെയ്ത് കാണാൻ പറ്റുമോ?
പറ്റാത്ത അവസ്ഥയിൽ മക്കളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ മന്ത്രിമാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടി വി ന്യൂസ് ചിലർക്ക് വരുമ്പോൾ വാട്സാപ്പ് വരുന്നുണ്ട്, ഇന്ന് ടി വി ഓൺ ചെയ്യരുത്, ന്യൂസ് ഓൺ ചെയ്യരുത്, കുടുംബമായിരുന്ന് ടി വി കാണരുത്, ഇന്ന പൂരമാണെന്ന്. ആ ഒരു അവസ്ഥ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തുന്നത്. ചുരുക്കത്തിൽ ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ബിജു രമേശിന് അമ്മയുടെ പാർട്ടി സഹായം നൽകി എന്ന് തോന്നുന്നു. ഒരു സഹായവുമില്ലാതെ ഇവിടെ കോൺഗ്രസ്സുകാർ പോലും പെരുവഴിയിൽ കിടക്കുകയാണ്. ഒരു DCC പ്രസിഡന്റിന്റെ ദുഃഖം ഒരിടവേള കൂടി കഴിഞ്ഞ്. ഇനി എൻ്റെ പാർട്ടിയോട് ഒരു സീറ്റ് ആവശ്യപ്പെട്ട് മത്സര രംഗത്തേക്ക് പോകാൻ ഞാനില്ല. അല്ല, മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ.